നമസ്കാരം. ഇന്ന് തലസ്ഥാനത്ത് കണ്ട ഒരു രാഷ്ട്രീയ അശ്ലീലത്തിന്റെ ദൃശ്യമാണ്. ബദ്ധശത്രുക്കൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഉള്ളാലെ എങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധമെന്ന് ഈ ദൃശ്യം തെളിയിക്കും. സതീശൻ സ്പോൺസേഡ് ആയിട്ടുള്ള SUCI ആശമാരുടെ സമരം. ആ SUCI ആശമാരുടെ സമരത്തിൽ പശു സ്നേഹികളും മൂരി സ്നേഹികളും ഒറ്റ മനസ്സാലെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന് ഈ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും. നമ്മൾക്ക് ഒരു ബദ്ധ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരോട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് സമരസപ്പെടാൻ പറ്റും. പക്ഷെ ലീഗന്മാർക്ക് കഴിയുന്നേ. ലോക്സഭയിൽ മുത്തലാഖ് ബില്ല് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കുഞ്ഞാപ്പ ബിരിയാണി കഴിക്കാൻ പോയെന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവരെ വെറുതെ ശല്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഞങ്ങളിൽ ഇരിക്കുന്ന കോടിക്കണക്കിന് രൂപ, അതും കണക്കിൽപ്പെടാത്തത്, അത് ഞങ്ങൾക്ക് ഇപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്നത് ആരുടെ ഔദാര്യം കൊണ്ടാണ്? ഈ സംഘപരിവാർ, ഈ പശു സ്നേഹികളുടെ ഔദാര്യം കൊണ്ടാണ്. അപ്പോൾ അവരൊരു പരിപാടിക്ക് നമ്മളെ നേരിട്ട് വിളിച്ചാൽ ഞമ്മക്ക് പോവാതിരിക്കാൻ പറ്റൂ? നമ്മളെ എന്തെല്ലാം കാര്യത്തിൽ സഹായിക്കുന്നവരാണ്. ഞങ്ങൾ വിളിച്ചാൽ ഉടനടി പലയിടങ്ങളിലേക്ക് ED പറഞ്ഞു വിടുന്നവരാണ്. അങ്ങനെയുള്ളവർ ഇപ്പോ SUCI സമരം എങ്ങനെ? ന്യൂനപക്ഷ വിരുദ്ധരാണ്, മുസ്ലിം വിരുദ്ധരാണ്, അവർ ഈ നാട്ടിലെ തീവ്രവാദികളാണെന്ന് പറയുന്ന പശു സ്നേഹികളായിട്ടുള്ള സംഘികൾ ഒരു വേദിയിൽ അവരെ പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് വരുമ്പോ അതിന് മണ്ണൊരുക്കി കൊടുക്കാനും അതിന് നാരങ്ങ വെള്ളം വിതരണം ചെയ്യാനും ആരുണ്ട്? കുഞ്ഞാപ്പമാരുണ്ട്. അത് കേരളം കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കേരളത്തിൽ സംയുക്ത മുന്നണി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ആ സംയുക്ത മുന്നണി അവരുടെ ഇപ്പോഴത്തെ നീക്കുപോക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ പാലക്കാട് ജയിക്കാൻ വേണ്ടി ഇവർ പരസ്പരം ഏറ്റുമുട്ടി എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് എതിർക്കേണ്ടത് ഒറ്റ ആളെ ഉള്ളൂ. ഇടതുപക്ഷത്തിന് വലിയ നേട്ടമുണ്ടാകരുത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാറുകാരും SDPIക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരെല്ലാം ഒരേപോലെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം, അത് BJP ഉൾപ്പെടുന്ന കുറുമുന്നണിയുടെ ലക്ഷ്യം, ഇടത് ഭരണം അവസാനിപ്പിക്കുക. മതേതരത്വം ഇവിടെ കാത്തു സംരക്ഷിക്കുന്നതിനപ്പുറം ഞങ്ങളുടേതായ രാഷ്ട്രീയം വളർത്താനായിട്ട് ഞങ്ങൾക്കും കഴിയണം. SDPIക്കാരുടെ രാഷ്ട്രീയം വളർത്താൻ അവർക്കും കഴിയണം. ജമാഅത്ത് ഇസ്ലാമിക്ക് വളർത്താൻ അവർക്കും കഴിയണം. പരസ്പരം ഏറ്റുമുട്ടി ഈ നാടിന്റെ മതേതരത്വം തകർക്കണം. എന്നിട്ട് ഈ നാട്ടിൽ സംഘപരിവാറുകാർ വളർന്നു വരാനായിട്ട് ന്യൂനപക്ഷർ ഭീകരരാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങളെ ഒരു തരത്തിലും നിയമപരമായിട്ട് വേട്ടയാടപ്പെടാത്തൊരു സർക്കാർ ഈ നാട്ടിൽ ഉണ്ടാകേണ്ടത് ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള കളം വരച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആവർത്തിച്ച് പറയുകയാണ്, SUCIക്കാർ ഈ നാട്ടിൽ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ 7000 രൂപ, ഈ രാജ്യത്ത് വേറെ ഒരു സർക്കാരും കൊടുക്കാത്ത പണം ഇവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് 500 രൂപ, ആന്ധ്രാപ്രദേശ് 1000 രൂപ, അരുണാചൽ പ്രദേശ് 2000 രൂപ, ബീഹാർ 1000 രൂപ, ഛത്തീസ്ഗഡ് സർ ഇൻസെന്റീവ്സിന് മാച്ചിങ് ആയിട്ടുള്ള തുക അതിന്റെ 75% മാത്രം സംസ്ഥാനം നൽകും. ഡൽഹി 3000 രൂപ, ഗുജറാത്ത് 2500 രൂപ, ഹരിയാന 6100 രൂപ, ഹിമാചൽ പ്രദേശ് 4700 രൂപ, ജാർഖണ്ഡ് 1000 രൂപ, കർണാടക 5000 രൂപ, മഹാരാഷ്ട്ര 3500 രൂപ, മണിപ്പൂർ 1000 രൂപ, മേഘാലയ 2000, മധ്യപ്രദേശ് 4000, ഒഡീഷ 1000, പുതുച്ചേരി 3000, പഞ്ചാബ് 2500, രാജസ്ഥാൻ 1650, സിക്കിം 6000, തമിഴ്നാട് 500, തെലങ്കാന 6750, ത്രിപുര അതും സാർ ഇൻസെന്റീവ്സിന് തുല്യമായിട്ടുള്ള 33% തുക അതാണ് സംസ്ഥാനം വെക്കുന്നത്. ഉത്തർപ്രദേശ് 1500, ഉത്തരാഖണ്ഡ് 3000, വെസ്റ്റ് ബംഗാൾ 5250, കേരളം 7000 സാർ. സാർ ഇതാണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് സാർ. ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ. ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും 10000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ. അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എന്റെ കയ്യിലുണ്ട് സാർ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 6000 രൂപയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് മാർഗമുള്ളൂ സാർ. കേട്ടല്ലോ, ഈ രാജ്യത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇതുവരെ ബംഗാളിൽ കൊടുത്തു, സിക്കിമിൽ കൊടുത്തു, ആന്ധ്രയിൽ കൊടുത്തു എന്നൊക്കെ പറയുന്നിടത്ത് എന്താണ് യാഥാർത്ഥ്യമെന്ന് മന്ത്രിയുടെ വാക്കുകളിലുണ്ട്. പക്ഷേ ഇത് കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സംഘപരിവാറിനൊപ്പം ലീഗിനും കോൺഗ്രസിനും ജമാഅത്ത് ഇസ്ലാമിക്കും സുഡാപ്പിക്കും SUCIക്കും ഒരുമിച്ച് അണിനിരക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അവർക്കൊരു ശത്രു മാത്രമേ ഉള്ളൂ. ആ ശത്രുവിനെ തകർക്കാൻ ഒരുമിച്ച് നിൽക്കാൻ അവർക്ക് ഒരു തരത്തിലുള്ള മനോവ്യഥയുമില്ല. ആ പരസ്പര വൈരം മറന്ന്
വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ഇടതുപക്ഷത്തെ ഇവിടെ അട്ടിമറിക്കുക എന്നതിന് വേണ്ടി അവർ ഒത്തൊരുമിച്ച് നിലകൊള്ളുകയാണ്. ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കുകയും വേണം. യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ളവരെ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ ബി ജെ പിയും എൻ ഡി എയും സഹായിക്കാൻ പോകുന്നു എന്നതിന്റെ വളരെ ശക്തമായിട്ടുള്ള തെളിവാണ് ഈ കാണുന്നത്. ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നാളുകളിൽ ഈ നാട് യു പി ആയാൽ, ഗുജറാത്ത് ആയാൽ, ഡൽഹി ആയാൽ, ഹരിയാന ആയാൽ, മഹാരാഷ്ട്ര ആയാൽ അതിന് നിങ്ങൾ കൂടി വളം വെച്ച് കൊടുക്കുന്നു എന്ന് ഈ നാട്ടിലെ ന്യൂനപക്ഷക്കാർ മനസ്സിലാക്കുക. നിങ്ങളെ വിറ്റ് കാശടിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വത്വം പണയം വെക്കുന്നവരാണ് കേരളത്തിലെ ലീഗുകാരാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബാബറി മസ്ജിദ് പൊളിച്ച സന്ദർഭത്തിൽ എങ്ങനെയാണോ കോൺഗ്രസുകാർ മൗനം അവലംബിച്ചത്, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി എങ്ങനെയാണോ ഭജനയിരുന്നത്, അതുപോലെ സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ചിട്ട് ലീഗ് അന്ന് മുത്തലാഖ് ബില്ലിൽ അവലംബിച്ച അതേ മൗനം ഈ രാജ്യത്ത് തുടരാൻ പോകുന്നു, ഈ നാട്ടിൽ തുടരാൻ പോകുന്നു. അതിനുവേണ്ടി സ്വന്തം സമുദായത്തെ ഉറ്റുകൊടുക്കുന്നവരാണ് ലീഗുകാരെന്ന് ഈ ഒരൊറ്റ ദൃശ്യം തെളിയിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ന്യൂനപക്ഷക്കാർ ചിന്തിക്കുക, നിങ്ങളെ ഒറ്റുകൊടുത്തുകൊണ്ട് ലീഗിന് ഈ നാട്ടിൽ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി നിന്നു കൊടുക്കണമോ വേണ്ടയോ എന്ന് ഈ ദൃശ്യം വെച്ചിട്ട് സ്വയം നിങ്ങളോട് ചോദിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.